അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. സൽസബീൽ അറബിക് ക്ലബ് മെമ്പേഴ്സിനുള്ള 4-മത്തെ ക്ലാസ്സാണിത്. സാധാരണ പറയാറുള്ളത് പോലെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്ന പുതിയ വാക്കുകൾ അത് നോട്ട് എഴുതി തരാറുണ്ട്. അവ നിർബന്ധമായിട്ടും നോട്ട് പുസ്തകത്തിൽ പകർത്തി എഴുതുകയും പഠിക്കുകയും വേണം. എന്ന് മാത്രമല്ല, ഈ പാഠം കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്ന തംരീനാത്തുകളിൽ എക്സൈസുകളിൽ നിന്നും സെലക്ട് ചെയ്ത് തരുന്ന കാര്യങ്ങൾ അതും നോട്ട് പുസ്തകത്തിൽ എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് വാട്സപ്പിലൂടെ അയച്ചു തരണം എന്നറിയിക്കുകയാണ്. പിന്നെ പാഠഭാഗത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് ചോദിച്ച് ക്ലിയർ ചെയ്യണം എന്നുകൂടി അറിയിക്കുന്നു. പിന്നെ നമ്മുടെ തുടക്കത്തിലുള്ള ഏതാനും ചില വീഡിയോ ക്ലാസ്സുകൾ സോഷ്യൽ മീഡിയകളിൽ പബ്ലിക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൽസബീൽ അറബിക് ക്ലബ് മെമ്പേഴ്സ് അല്ലാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് എങ്കിൽ അറബി ഭാഷ വളരെ ഗഹനമായിട്ട് പഠിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ബന്ധപ്പെടാനുള്ള വാട്സപ്പ് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് നൽകിയിട്ടുണ്ട്, ഉപയോഗപ്പെടുത്തണം എന്നറിയിക്കുന്നു. അതായത് പരിശുദ്ധ ഖുർആനും തിരുഹദീസുകളും മറ്റുള്ള അറബി കിതാബുകളുമൊക്കെ സ്വയം വായിച്ച് മനസ്സിലാക്കാവുന്ന തരത്തിൽ അറബി ഭാഷ പഠിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ ക്ലബിൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അൻ-നഹ്വുൽ വാളിഹ് എന്നുള്ള ഗ്രന്ഥമാണ്. അതിൽ ധാരാളം ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ അറബി ഭാഷാ നിയമങ്ങളും പഠിക്കുന്നത് എന്ന് മാത്രമല്ല, ഓരോ നിയമം പഠിച്ചതിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട ധാരാളം എക്സൈസുകൾ തംരീനാത്തുകൾ കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അങ്ങനെ അല്പാൽപമായിട്ട് ഓരോ തംരീനാത്തുകൾ ചെയ്ത് ശീലിച്ചുകൊണ്ടാണ് ഒരു ഭാഷ പഠിക്കേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ഈ കിതാബ് തന്നെ നമ്മൾ അറബി ഭാഷാ പഠനത്തിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അറബി ഭാഷ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിശീലനത്തിന് വേണ്ടിയിട്ട് മറ്റൊരു കിതാബ് കൂടി നമ്മൾ കൂട്ടത്തിൽ ഓതുന്നുണ്ട്. ഖസസുൻ നബിയീൻ എന്നുള്ളതാണ് ആ കിതാബിൻ്റെ പേര്. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ടിട്ടുള്ള അംബിയ മുർസലികളുടെ ചരിത്രം വളരെ സരളമായിട്ടുള്ള രൂപത്തിൽ ചെറിയ കുട്ടികൾക്ക് അവതരിപ്പിക്കുന്ന രൂപത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന കിതാബാണത്. അതിലുള്ള ഓരോ പാഠങ്ങളും ഓരോ ദിവസവും നമ്മൾ വായിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അങ്ങനെ അറബി ഭാഷ ധാരാളം പരിശീലനങ്ങളിലൂടെ പഠന പ്രവർത്തനങ്ങളിലൂടെ പഠിച്ചെടുക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് എന്നറിയിക്കുന്നു. ഏതായാലും നമുക്കിനി പഠിക്കുവാനുള്ളത് 4-മത്തെ പാഠമാണ്. അൽ ഫാഇലു എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. ഫാഇൽ എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നതാണ് അർത്ഥം. അതായത് ഒരു പ്രവർത്തനം ചെയ്ത ആൾ എന്ന് സാരം. ഫാഇലിനെ കുറിച്ച് പഠിച്ചു തുടങ്ങുന്നതിന് മുമ്പായി അറബി ഗ്രാമറിൽ വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് നമുക്കൊന്ന് മനസ്സിലാക്കണം. ഇഅ്റാബ് എന്നതാണ് അതിൻ്റെ പേര്. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിനുള്ള അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഒരു വാക്യത്തിൽ ഒന്നിലധികം വാക്കുകളുണ്ടാകും എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. ഓരോ വാക്കിനും ആ വാക്യത്തിലുള്ള റോള് എന്താണ് എന്ന്, ഓരോ വാക്കുകൊണ്ടും ആ വാക്യത്തിൽ എന്താണ് ഉദ്ദേശിക്കപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്ന വിഷയത്തിൽ ഇഅ്റാബിന് വല്ലാത്ത പങ്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഒരു പദത്തിൻ്റെ ഇഅ്റാബ് എന്താണോ, ആ പദത്തിലെ അവസാനത്തെ അക്ഷരത്തിൻ്റെ അവസ്ഥ എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും ആ വാക്യത്തിൽ ആ പദത്തിനുള്ള അർത്ഥം വരുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഞാനത് വിശദീകരിക്കാം. നസറ ഹബീബുൻ സലീമൻ. ഓക്കെ, നസറ എന്ന് പറഞ്ഞാൽ സഹായിച്ചു എന്നാണ് അർത്ഥം. ഹബീബുൻ എന്നുള്ളത് ഒരാളുടെ പേരാണ്, സലീമുൻ എന്നുള്ളതും ഒരാളുടെ പേരാണ്. നസറ ഹബീബുൻ സലീമൻ എന്ന് പറഞ്ഞാൽ ഹബീബ് സലീമിനെ സഹായിച്ചു എന്നാണ് അർത്ഥം. അതായത് ഇവിടെയുള്ള നസറ എന്നുള്ള പദത്തിനു ശേഷം സഹായിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ആ പദത്തിനു ശേഷം 2 പേരുകൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്ന് ഹബീബുൻ, മറ്റേതൊന്ന് സലീമൻ. ഓക്കെ, ഈ 2 ആളുകളിൽ നിന്നും ആരാണ് സഹായിച്ചത്, അതുപോലെ ആർക്കാണ് സഹായം ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ 2 പദങ്ങളുടെയും ഇഅ്റാബ് നോക്കിക്കൊണ്ടാണ്. ഈ 2 പദങ്ങളുടെയും അവസാനത്തെ അക്ഷരത്തിനുള്ള അവസ്ഥ നോക്കിക്കൊണ്ടാണ്. ഹബീബുൻ എന്നുള്ളിടത്ത് അവസാനത്തെ അക്ഷരമായിട്ടുള്ള ബാഇൻ്റെ ലൊമ്മ് കണ്ടതിനാലാണ് നമ്മൾ ഹബീബ് ആണ് സഹായിച്ചത് എന്ന് മനസ്സിലാക്കിയിട്ടുള്ളത്. അതുപോലെ സലീമൻ എന്നുള്ളിടത്ത് അവസാനത്തെ അക്ഷരമായിട്ടുള്ള മീമിൻ്റെ ഫതഹ് കണ്ടതിനാലാണ് സലീമിനാണ് സഹായം ലഭിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ അതിനെ മറ്റൊരു രൂപത്തിൽ പറയുകയാണ് എന്ന് സങ്കല്പിക്കുക. അതായത് നസറ ഹബീബൻ സലീമുൻ.
ഓക്കെ, അതായത് ഹബീബൻ എന്നുള്ളിടത്ത് ആ പദത്തിൻ്റെ അവസാനത്തിലായിട്ടാണ് നമ്മൾ ഫത്ഹ് നൽകിയത്. സലീമുൻ എന്നുള്ളിടത്ത് ആ പദത്തിൻ്റെ അവസാനത്തിലായിട്ടാണ് നമ്മൾ ലൊമ്മ് നൽകിയിട്ടുള്ളത് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയെങ്കിൽ അതിൻ്റെ അർത്ഥം എങ്ങനെയായിരിക്കും? നസറ ഹബീബൻ സലീമുൻ എന്ന് പറഞ്ഞാൽ ഹബീബിനെ സലീം സഹായിച്ചു എന്നാണ് വരുന്നത്. ഓക്കെ, അതായത് അപ്പോൾ ആ രണ്ട് പദങ്ങളുടെയും റോള് അവിടെ മാറി. സഹായിച്ച ആൾ സലീം ആയിട്ട് മാറി, സഹായം ലഭിച്ച ആൾ ഹബീബ് ആയിട്ട് മാറി. കാരണം എന്താണെന്ന് വെച്ചാൽ ആ രണ്ട് പദങ്ങളുടെയും ഇറാബ് അവിടെ മാറ്റപ്പെട്ടിരിക്കുന്നു. ഓക്കെ, മലയാള ഭാഷയിൽ നമ്മൾ അതിന് മറ്റൊരു രൂപമാണ് ഉപയോഗിക്കുന്നത് അല്ലേ? നമ്മളിവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹബീബ് സലീമിനെ സഹായിച്ചു എന്ന് പറയുമ്പോൾ സലീമിനാണ് സഹായം ലഭിച്ചത്, ഹബീബാണ് സഹായിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി നേരെ തിരിച്ച് നമ്മൾ പറയുകയാണെങ്കിലോ, ഹബീബിനെ സലീം സഹായിച്ചു എന്ന് പറഞ്ഞാൽ സലീമാണ് സഹായിച്ചത്, ഹബീബിനാണ് സഹായം ലഭിച്ചത് എന്ന് നമുക്ക് മലയാളത്തിൽ മനസ്സിലാക്കാൻ കഴിയും. എന്നാൽ അറബി ഭാഷയിൽ ആര് അല്ലെങ്കിൽ ആരെ എന്നതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ആ പദങ്ങളുടെ ഇറാബ് നോക്കിക്കൊണ്ടാണ്, അവസാനത്തെ അക്ഷരത്തിൻ്റെ അവസ്ഥ നോക്കിക്കൊണ്ടാണ്. ഈ ഉദാഹരണത്തിലൂടെ അറബി ഭാഷയിലുള്ള ഇറാബ് എന്നുള്ള കൺസെപ്റ്റിനെ കുറിച്ച് ഒരു ചെറിയ ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും. അതായത് ഒരു പദത്തിൻ്റെ അവസാനത്തെ അക്ഷരത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇറാബ് എന്ന് പറയുന്നത്. ഒരു പദത്തിൻ്റെ ഇറാബ് മാറുന്നതിനനുസരിച്ച് ഒരു ജുംലയിലുള്ള, ഒരു വാക്യത്തിലുള്ള ആ പദത്തിൻ്റെ അർത്ഥത്തിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്ന് നമ്മൾ പഠിച്ചു വെക്കുക. 4 തരത്തിലുള്ള ഇറാബുകളാണ് അറബി ഭാഷയിലുള്ളത്. ആ 4 പേരുകൾ ഒന്ന് പഠിച്ചു വെക്കുക. 1 റഫ്അ്, 2 നസ്ബ്, 3 ജർറ്, 4 ജസ്മ്. ഈ 4 ഇറാബുകളാണ് അറബി ഭാഷയിലുള്ളത്. ഇവയിൽപ്പെട്ട ഒന്നാമത്തേത് റഫ്അ് എന്നുള്ള ഇറാബിൻ്റെ ഒരു അടയാളമാണ് ലൊമ്മ് എന്നുള്ള ഹർക്കത്ത്. ഓക്കെ, അതുപോലെ നസ്ബ് എന്നുള്ള ഇറാബിൻ്റെ ഒരു അടയാളമാണ് ഫത്ഹ് എന്നുള്ള ഹർക്കത്ത്. ജർറ് എന്നുള്ള ഇറാബിൻ്റെ ഒരു അടയാളമാണ് കസർ എന്നുള്ള ഹർക്കത്ത്. ജസ്മ് എന്നുള്ള ഇറാബിൻ്റെ ഒരു അടയാളമാണ് സുക്കൂന് എന്നുള്ള ഹർക്കത്ത്. ഓക്കെ, അപ്പോൾ റഫ്അ്, നസ്ബ്, ജർറ്, ജസ്മ്, ഈ 4 ഇറാബുകളുടെയും അടിസ്ഥാനപരമായിട്ടുള്ള ഹർക്കത്തുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ റഫ്ഇന് ലൊമ്മ്, നസ്ബിന് ഫത്ഹ്, ജർറിന് കസർ, ജസ്മിന് സുക്കൂന് എന്നിവയാണവ. ഓക്കെ, ഏതായാലും നമ്മൾ പറഞ്ഞ നേരത്തെയുള്ള ഉദാഹരണം നസറ ഹബീബുൻ സലീമൻ എന്നുള്ളിടത്ത് ഹബീബുൻ എന്നുള്ളതിനിക്ക് റഫ്അ് ആണുള്ളത്, കാരണം അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ലൊമ്മ് ആണുള്ളത് അല്ലേ? ഇനി സലീമൻ എന്നുള്ള പദത്തിനോ അതിന് നസ്ബ് ആണുള്ളത്, കാരണം അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫത്ഹ് ആണുള്ളത്. നസറ ഹബീബുൻ സലീമൻ എന്നുള്ളിടത്ത് ഹബീബുൻ എന്നുള്ള പദത്തിൻ്റെ ഇറാബ് റഫ്അ് ആയതിനാലാണ് ഹബീബ് ആണ് സഹായിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. സലീമൻ എന്നുള്ള പദത്തിൻ്റെ ഇറാബ് നസ്ബ് ആയതിനാലാണ് സലീമിനാണ് സഹായം ലഭിച്ചത് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും അറബി ഭാഷയിലുള്ള ഇറാബ് എന്നതിനെക്കുറിച്ച് നമുക്ക് ഒരു ചെറിയ വിവരം ലഭിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. അൽ ഫാഇലു എന്നുള്ളതാണ് പാഠത്തിൻ്റെ പേര്. ഫാഇല് എന്ന് പറഞ്ഞാൽ കർത്താവ് എന്നതാണ് അർത്ഥമാക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ്. അതായത് ഒരു പ്രവർത്തനം ചെയ്ത ആൾ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം ചെയ്ത വസ്തു. ഓക്കെ, ഏതായാലും ആദ്യമായിട്ട് നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് കടക്കാം. അൽ അംസിലത്തു, ഉദാഹരണങ്ങൾ. അവിടെ 6 ഉദാഹരണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. അവ നമുക്കൊന്ന് വായിക്കാം. 1 തോറൽ ഉസ്ഫൂറു, 2 ജറൽ ഹിസാനു, 3 ലഇബൽ വലതു, 4 യഊമുസ് സമക്കു, 5 യൽസഉൽ ബഊലു, 6 തഅകുലുൽ ബിന്തു അല്ലേ? ഒന്നാമത്തേത് തോറൽ ഉസ്ഫൂറു. തോറ എന്ന് പറഞ്ഞാൽ പറന്നു എന്നാണ് അർത്ഥം. അൽ ഉസ്ഫൂറു എന്നാൽ കുരുവി. തോറൽ ഉസ്ഫൂറു, കുരുവി പറന്നു. 2 ജറൽ ഹിസാനു, ജറ എന്നാൽ ഓടി എന്നാണ് അർത്ഥം. അൽ ഹിസാനു എന്നാൽ കുതിര. ജറൽ ഹിസാനു, കുതിര ഓടി. മൂന്നാമത്തേത് ലഇബൽ വലതു, ലഇബ എന്ന് പറഞ്ഞാൽ കളിച്ചു. അൽ വലതു ആൺകുട്ടി. ലഇബൽ വലതു ആൺകുട്ടി അല്ലെങ്കിൽ ബാലൻ കളിച്ചു. 4 യഊമുസ് സമക്കു,
യഊമു എന്നുള്ള പദം മുളാരി ആയിട്ടുള്ള ഫിഅലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യാ കൊണ്ടാണ് അത് തുടങ്ങുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം വർത്തമാനകാലവും അതുപോലെ തന്നെ ഭാവി കാലവും രണ്ടും ഉണ്ടാകും. യഊമു എന്ന് പറഞ്ഞാൽ നീന്തുന്നു എന്നും നീന്തും എന്നും അതിനർത്ഥമുണ്ട്. സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അതിന് നീന്തുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ വെക്കുന്നത്. അസ്സമക്കു, സമക്കുൻ എന്ന് പറഞ്ഞാൽ മീന്, മത്സ്യം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ യഊമു സമക്കു, മത്സ്യം നീന്തുന്നു. ഇനി അഞ്ചാമത്തേത് യൽസഉൽ ബഊലു. യൽസഉ എന്നുള്ളത് മുളാരി ആയിട്ടുള്ള ഫിഅലാണ്. കടിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മളിവിടെ വെക്കുന്നത്. യൽസഉ കടിക്കുന്നു. അൽ ബഊലു, ബഊലുൻ എന്ന് പറഞ്ഞാൽ കൊതുക് എന്നാണ് അർത്ഥം. യൽസഉൽ ബഊലു, കൊതുക് കടിക്കുന്നു. ആറാമത്തേത് തഅക്കുലുൽ ബിന്തു. തഅക്കുലു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അൽ ബിന്തു പെൺകുട്ടി. തഅക്കുലുൽ ബിന്തു പെൺകുട്ടി ഭക്ഷണം കഴിക്കുന്നു. പാഠഭാഗത്ത് നൽകപ്പെട്ടിട്ടുള്ള 6 ഉദാഹരണങ്ങളും നമ്മളിപ്പോൾ വായിച്ചു. നമ്മൾ ഇതുവരെ പഠിച്ചതനുസരിച്ച് ആ 6 ഉദാഹരണങ്ങളും ഓരോ ജുംല മുഫീദകളാണ് അല്ലേ? അതായത് അർത്ഥപൂർണമായിട്ടുള്ള വാക്യങ്ങളാണ്. ഇനി ഓരോ വാക്യങ്ങളും അവിടെ ഉണ്ടായിട്ടുള്ളത് 2 വാക്കുകൾ ചേർന്നിട്ടാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അല്ലേ? ആ 2 വാക്കുകളിൽ ഒന്നാമത്തേത് ഫിഅലാണ്, രണ്ടാമത്തേത് ഇസ്മാണ് അല്ലേ? ത്വാറ, ജറ, ലഇബ, യഊമു, യൽസഉ, തഅക്കുലു എന്നൊക്കെയുള്ള പദങ്ങൾ അത് ഫിഅലുകളാണ്. കാരണം ഏതെങ്കിലും ഒരു കാലത്ത് നടന്നിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കുന്ന പദങ്ങളാണ് ആ 6 അല്ലേ? പിന്നെ അൽ ഉസ്ഫൂറു, അൽ ഹിസാനു, അൽ വലദു, അസ്സമക്കു, അൽ ബഊലു, അൽ ബിന്തു എന്നൊക്കെയുള്ളത് ഓരോ ഇസ്മുകളാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം അവയെല്ലാം ഒന്നുകിൽ മനുഷ്യരോ അല്ലെങ്കിൽ ജീവികളോ ആണ് അല്ലേ? ഇനി നമുക്ക് മറ്റൊരു കാര്യവും കൂടെ അതിൽ നിന്നും അറിയേണ്ടതായിട്ടുണ്ട്. അതായത് അവിടെയുള്ള ആദ്യത്തെ 3 വാക്യങ്ങളിൽ ത്വാറ, ജറ, ലഇബ എന്നൊക്കെയുള്ള ഫിഅലുകൾ നമുക്ക് കാണാവുന്നതാണ്. ആ 3 ഫിഅലുകളും മാളിയായിട്ടുള്ള ഫിഅലുകളാണ്. ഭൂതകാലത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ മേൽ അറിയിക്കുന്ന ഫിഅലുകളാണ് അല്ലേ? കാരണം ത്വാറ എന്നാൽ പറന്നു, ജറ എന്നാൽ ഓടി, ലഇബ എന്നാൽ കളിച്ചു. എല്ലാം കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. ഇനി 4, 5, 6 ജുംലകളിൽ നൽകിയിരിക്കുന്ന യഊമു, യൽസഉ, തഅക്കുലു എന്നൊക്കെയുള്ള ഫിഅലുകൾ അവയെല്ലാം മുളാരി ആയിട്ടുള്ള ഫിഅലുകളാണ്. കാരണം ഒന്നുകിൽ വർത്തമാനകാലം അല്ലെങ്കിൽ ഭാവി കാലം, ഈ രണ്ടാമതൊരു കാലത്ത് നടന്നിട്ടുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ആ 3 ഫിഅലുകളും നമ്മളോട് പറയുന്നത് അല്ലേ? യഊമു എന്ന് പറഞ്ഞാൽ നീന്തുന്നു, നീന്തും. യൽസഉ എന്ന് പറഞ്ഞാൽ കടിക്കുന്നു, കടിക്കും. തഅക്കുലു എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിക്കും. ഓക്കെ, സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ നൽകുന്നു എന്നുള്ള, പ്രവർത്തിക്കുന്നു എന്നുള്ള വർത്തമാനകാലത്തിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഏതായാലും ഇതുവരേക്കും നമ്മൾ പഠിച്ചതനുസരിച്ച് ഇക്കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഫാഇലിനെ കുറിച്ചാണ്, കർത്താവിനെ കുറിച്ചാണ് അല്ലേ? ഇവിടെയുള്ള ഓരോ ഫിഅലുകൾക്കും ശേഷം നമുക്ക് ഓരോ ഇസ്മുകളെ കാണാവുന്നതാണ് അല്ലേ? ആ ഇസ്മുകളാണ് ആ ഫിഅല്, ആ പ്രവർത്തനം ചെയ്തിരിക്കുന്നത് എന്നും നമുക്ക് കണ്ടെത്താൻ കഴിയും അല്ലേ? ത്വാറൽ ഉസ്ഫൂറു എന്ന് പറയുമ്പോൾ ത്വാറ എന്നുള്ളതിന് ശേഷമുള്ള അൽ ഉസ്ഫൂറു എന്നുള്ള കാര്യമാണ്. അതായത് കുരുവിയാണ് പറക്കൽ എന്നുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നത് അല്ലേ? ജറൽ ഹിസാനു എന്നുള്ളിടത്തും ഹിസാന് അതായത് കുതിരയാണ് ഓടൽ എന്നുള്ള പ്രവർത്തനം നടത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ലഇബ എന്നുള്ളിടത്തും അൽ വലദു എന്നുള്ളതാണ് ആ ലഇബ എന്നുള്ള ഫിഅലിൻ്റെ കർത്താവ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ യഊമു, യൽസഉ, തഅക്കുലു എന്നൊക്കെയുള്ള ഫിഅലുകൾക്ക് ശേഷം പറയപ്പെട്ടിട്ടുള്ള അസ്സമക്കു, അൽ ബഊലു, അൽ ബിന്തു എന്നൊക്കെയുള്ള പദങ്ങളാണ് ആ ഫിഅലുകളുടെ കർത്താവ് ആയിട്ട് വരുന്നത് എന്ന് സാരം. ഓക്കെ, ഇത്തരത്തിലുള്ള ഒരു ഫിഅലിന് ശേഷം പറയപ്പെടുന്ന ആ പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളെ അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കുന്ന പദത്തെക്കുറിച്ചാണ്, ഇസ്മിനെക്കുറിച്ചാണ് നമ്മൾ ഫാഇല് എന്ന് പറയുന്നത്, കർത്താവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള അൽ ഉസ്ഫൂറു, അൽ ഹിസാനു, അൽ വലദു, അസ്സമക്കു, അൽ ബഊലു, അൽ ബിന്തു എന്നൊക്കെയുള്ള പദങ്ങൾ ഫാഇലുകളാണ്, അതായത് കർത്താവുകളാണ് എന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അവയുടെ ഇഅ്റാബ് കൂടി നമ്മളൊന്ന് നിരീക്ഷിക്കേണ്ടതുണ്ട്. ഓക്കെ, അവയുടെ ഇഅ്റാബുകൾ എന്ന് നോക്കൂ. അൽ ഉസ്ഫൂറു എന്നുള്ളിടത്ത് അവസാനത്തെ അക്ഷരത്തിന് ലമ്മ് ആണുള്ളത്. അൽ ഹിസാനു എന്നുള്ളിടത്തും അവസാനത്തെ അക്ഷരമായിട്ടുള്ള നൂനിന് ലമ്മാണുള്ളത്. അൽ വലദു എന്നുള്ളിടത്തും അപ്രകാരം തന്നെ ദാലിന് ലമ്മ് ആണുള്ളത്.
സമക്കു എന്നുള്ളിടത്തും അൽ ബഊദു എന്നുള്ളിടത്തും അൽ ബിന്തു എന്നുള്ളിടത്തുമൊക്കെ അവസാനത്തെ അക്ഷരങ്ങളായിട്ടുള്ള കാഫിനും ലാദിനും താഇനുമൊക്കെ ലൊമ്മ് ആണുള്ളത്. ഓക്കെ, ലൊമ്മ് എന്നുള്ളത് റഫ്അ് എന്നുള്ള ഇഅ്റാബിൻ്റെ അടയാളമാണ് എന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. അതായത് ഇവിടെ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ ഫാഇലുകളുടെയും ഇഅ്റാബ് വരുന്നത് റഫ്അ് ആണ്. കാരണം അവക്കെല്ലാം ലൊമ്മ് ആണ് ഹർക്കത്തായിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, ഇതിൽ നിന്നും നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഫിഅലുകൾക്ക് ശേഷം വരുന്ന ഇസ്മുകൾ, ആ ഇസ്മുകൾ തന്നെ മർഫൂ ആണ് എന്നുണ്ടെങ്കിൽ, അതായത് റഫ്അ് നൽകപ്പെട്ടതാണ് എന്നുണ്ടെങ്കിൽ ആ പദം ഫാഇല് ആയിരിക്കും, കർത്താവ് ആയിരിക്കും. ഓക്കെ, അക്കാര്യമാണ് ഈ പാഠത്തിലൂടെ നമുക്ക് പഠിക്കുവാനുള്ളത്. അത് നമുക്ക് ഖാഇദയിൽ ഒന്നുകൂടെ വിശദമായിട്ട് പഠിക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. അൽ ഖാഇദത്തു, ഈ കിതാബിലായിട്ടുള്ള 7ാമത്തെ ഖാഇദയാണ് അൽ ഫാഇലു. ഫാഇല് എന്ന് പറഞ്ഞാൽ, കർത്താവ് എന്ന് പറഞ്ഞാൽ ഇസ്മുൻ, അതൊരു ഇസ്മായിരിക്കും. അതുതന്നെ മർഫൂഉൻ, റഫ്അ് നൽകപ്പെട്ട ഇസ്മ ആയിരിക്കും. തഖദ്ദമഹു, ആ ഇസ്മിന് മുമ്പ് വന്നിരിക്കുന്നു ഫിഅലുൻ, ഒരു ഫിഅല് വന്നിരിക്കുന്നു. അപ്പോൾ ഫിഅലിന് ശേഷം വന്ന റഫ്അ് ചെയ്യപ്പെട്ട ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഫാഇല് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇസ്മുൻ മർഫൂഉൻ തഖദ്ദമഹു ഫിഅലുൻ, മുമ്പ് ഒരു ഫിഅല് വന്നിട്ടുള്ള റഫ്അ് ചെയ്യപ്പെട്ടിട്ടുള്ള ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഫാഇല് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല വദല്ല, ആ ഇസ്മ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അലല്ലദി, ഒന്നിൻ്റെ മേൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയുള്ള ഒന്ന്? ഫഅല, ആ ഒന്ന് പ്രവർത്തിച്ചിരിക്കുന്നു അൽ ഫിഅല, പ്രവർത്തനത്തെ. അപ്പോൾ അതിനു മുമ്പ് പറയപ്പെട്ടിട്ടുള്ള ആ പ്രവർത്തനമുണ്ടല്ലോ, ആ പ്രവർത്തനം പ്രവർത്തിച്ചത് ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്നുള്ളതിൻ്റെ മേൽ കൂടി ആ ഇസ്മ അറിയിക്കുന്നുണ്ട് എന്ന് സാരം. അതായത് ഒരു ഫിഅലിന് ശേഷം വരുന്ന ഒരു ഇസ്മായിരിക്കും, ആ ഫിഅല് എന്നുള്ള പ്രവർത്തനം പ്രവർത്തിച്ചത് ആരാണ് എന്നും ആ ഇസ്മ നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. ഓക്കെ, അത്തരത്തിലുള്ള റഫ്അ് ചെയ്യപ്പെട്ട ഇസ്മിനെ കുറിച്ചാണ് നമ്മൾ ഫാഇല് എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഏതായാലും നമ്മൾ ഇതിനോടകം തന്നെ ഫാഇലിനെ കുറിച്ച് പഠിച്ചത് എന്തൊക്കെയാണ്? ഒന്ന്, ഒരു ഫിഅലിന് ശേഷമായിട്ടായിരിക്കും അത് വരുന്നത്. മറ്റേതൊന്ന്, അതിന് റഫ്അ് ആയിരിക്കും ഇഅ്റാബ് വരുന്നത്. അതായത് ഇവിടെ നമ്മൾ പഠിച്ചത് അവക്കെല്ലാം ലൊമ്മ് എന്നുള്ള ഹർക്കത്ത് ആയിട്ടാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പഠിച്ചത് എന്താണ്? ഈ ഫാഇല് ആയിരിക്കും ആ പ്രവർത്തനം ചെയ്തിട്ടുള്ള കാര്യം അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ മനുഷ്യൻ. ഓക്കെ, ഇക്കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഈ പാഠത്തിലുള്ള തംറീനാത്തുകളിലേക്ക് കടക്കാം. ഒന്നാമത്തെ തംറീൻ വായിക്കാം. ഇസ്തഖ്രിജിൽ ഫാഇല മിൻ കുല്ലി ജുംലത്തിൻ മിനൽ ജുമലിൽ ആതിയത്തി. ഇസ്തഖ്രിജ് എന്ന് പറഞ്ഞാൽ നീ പുറത്തെടുക്കൂ എന്നാണ് അർത്ഥം. ഇസ്തഖ്രിജിൽ ഫാഇല, ഫാഇലിനെ നീ പുറത്തെടുക്കൂ. മിൻ കുല്ലി ജുംലത്തിൻ, എല്ലാ ജുംലയിൽ നിന്നും. മിനൽ ജുമലിൽ ആതിയത്തി, താഴെയുള്ള ജുംലകളിൽപ്പെട്ട. അപ്പോൾ അതിന് താഴെ നമുക്ക് 9 ജുംലകൾ കാണാവുന്നതാണ്. ആ 9 ജുംലകളിലുമുള്ള ഫാഇലിനെ വേർതിരിച്ച് എഴുതാനാണ് ചോദ്യത്തിൽ പറയുന്നത്. നമുക്ക് ആ ജുംലകൾ ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് സ്വാഹദ്ദീക്കു. സ്വാഹ എന്ന് പറഞ്ഞാൽ കൂവി എന്നാണ് അർത്ഥം. അദ്ദീക്കു, ദീക്കുൻ എന്നാൽ കോഴി. സ്വാഹദ്ദീക്കു, കോഴി കൂവി. രണ്ടാമത്തേത് ജാ ത്വബീബു. ജാ എന്നാൽ വന്നു എന്നാണ് അർത്ഥം. ത്വബീബുൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ. ജാ ത്വബീബു, ഡോക്ടർ വന്നു. മൂന്നാമത്തേത് ഇഷ്തഗലൽ ആമിലു. ഇഷ്തഗല എന്ന് പറഞ്ഞാൽ ജോലി ചെയ്തു എന്നാണ് അർത്ഥം. അൽ ആമിലു എന്ന് പറഞ്ഞാൽ ജോലിക്കാരൻ. ഇഷ്തഗലൽ ആമിലു, ജോലിക്കാരൻ ജോലി ചെയ്തു. നാലാമത്തേത് വഖഫ സൗറു. വഖഫ എന്ന് പറഞ്ഞാൽ നിന്നു എന്നാണ് അർത്ഥം. സൗറുൻ എന്നാൽ കാള. വഖഫ സൗറു, കാള നിന്നു. അഞ്ചാമത്തേത് ലഇബൽ ഔലാദു. ലഇബ എന്ന് പറഞ്ഞാൽ കളിച്ചു എന്നാണ് അർത്ഥം. ഔലാദുൻ എന്നുള്ളത് വലതുൻ എന്നുള്ള പദത്തിൻ്റെ ബഹുവചനമാണ്, ജംഅ് ആണ്. അപ്പോൾ ഔലാദുൻ എന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾ. ലഇബൽ ഔലാദു, ആൺകുട്ടികൾ കളിച്ചു. ആറാമത്തേത് സറഅൽ ഫല്ലാഹു. സറഅ എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്തു എന്നാണ് അർത്ഥം. ഫല്ലാഹുൻ എന്നാൽ കർഷകൻ. സറഅൽ ഫല്ലാഹു, കർഷകൻ കൃഷി ചെയ്തു. ഇനി ഏഴാമത്തത് ബക ത്വഫ്ലു. ബക എന്ന് പറഞ്ഞാൽ കരഞ്ഞു. ത്വഫ്ലുൻ എന്നാൽ കുട്ടി. ബക ത്വഫ്ലു, കുട്ടി കരഞ്ഞു. ഇനി എട്ടാമത്തത് ലദഗ സുഅ്ബാനു. ലദഗ എന്ന് പറഞ്ഞാൽ കടിച്ചു എന്നാണ് അർത്ഥം. അസ്സുഅ്ബാനു, സുഅ്ബാനുൻ എന്നാൽ പെരുമ്പാമ്പ് എന്നാണ് അർത്ഥം. ലദഗ സുഅ്ബാനു, പെരുമ്പാമ്പ് കടിച്ചു. ഇനി ഒൻപതാമത്തത്
ഹളറൽ ഗായിബു. ഹളറ എന്ന് പറഞ്ഞാൽ സന്നിഹിതനായി എന്നാണ് അർത്ഥം. ഗായിബുൻ എന്നാൽ മറഞ്ഞവൻ. ഹളറൽ ഗായിബു മറഞ്ഞവൻ സന്നിഹിതനായി. ഓക്കെ, ഏതായാലും ഇവിടെ നമുക്ക് 9 ജുംലകൾ കാണാം. ഈ 9 ജുംലകളിലുമുള്ള ഫാഇൽ ഏതാണ് എന്ന് വേർതിരിച്ചെഴുതണം എന്നുള്ളതാണ് ഒന്നാമത്തെ തംരീനിൽ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തേത് വായിക്കാം. ള ഫാഇലൻ ലികുല്ലി ഫിഅലിൻ മിനൽ അഫ്ആലിൽ ആതിയത്തി. ള എന്ന് പറഞ്ഞാൽ നീ വെക്കൂ എന്നാണ് അർത്ഥം. ള ഫാഇലൻ ഒരു ഫാഇലിനെ നീ വെക്കുക. ലികുല്ലി ഫിഅലിൻ എല്ലാ ഫിഅലിനിക്കും മിനൽ അഫ്ആലിൽ ആതിയത്തി താഴെയുള്ള ഫിഅലുകളിൽ നിന്നും. അപ്പോൾ താഴെ നമുക്ക് 8 ഫിഅലുകൾ കാണാവുന്നതാണ്. ആ 8 ഫിഅലുകൾക്കും യോജിച്ചതായ ഒരു ഫാഇൽ അവക്ക് ശേഷം എഴുതി കൊടുക്കണം എന്നുള്ളതാണ് ചോദ്യത്തിൽ പറയുന്നത്. നമുക്ക് ആ 8 ഫിഅലുകളും ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് നബഹ. നബഹ എന്നാൽ കുരച്ചു എന്നാണ് അർത്ഥം. യഷ്റബു എന്ന് പറഞ്ഞാൽ കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കും. അത് മുളാരി ആയിട്ടുള്ള ഫിഅലാണ്. 2 തരത്തിലുള്ള അർത്ഥങ്ങളും അതിന് വരും. ഇനി മൂന്നാമത്തേത് യൽഹഖു. യൽഹഖു എന്ന് പറഞ്ഞാൽ ചിരിക്കുന്നു അല്ലെങ്കിൽ ചിരിക്കും. അഅ്തസ. നാലാമത്തേത് അഅ്തസ എന്ന് പറഞ്ഞാൽ തുമ്മി എന്നാണ് അർത്ഥം. ഇനി അഞ്ചാമത്തേത് യബ്കി. നേരത്തെ നമ്മൾ ബക്ക എന്ന് പഠിച്ചിരുന്നു. കരഞ്ഞു എന്നായിരുന്നു ബക്ക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. യബ്കി എന്നുള്ളത് അതിൻ്റെ മുളാരി ആയിട്ടുള്ള ഫിഅലാണ്. യബ്കി എന്ന് പറഞ്ഞാൽ അപ്പോൾ കരയുന്നു അല്ലെങ്കിൽ കരയും. ഇനി ആറാമത്തേത് സാഫറ. സാഫറ എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്തു എന്നാണ് അർത്ഥം. നതഹ. നതഹ എന്ന് പറഞ്ഞാൽ കൊമ്പുകൊണ്ട് കുത്തി എന്നുള്ള അർത്ഥമാണ്. മൃഗങ്ങളൊക്കെ കൊമ്പുകൊണ്ട് കുത്തുന്നതിനെ കുറിച്ചാണ് നതഹ എന്ന് പറയുന്നത്. ഇനി എട്ടാമത്തേത് അവസാനത്തേത് യർക്കബു. യർക്കബു എന്ന് പറഞ്ഞാൽ വാഹനം കയറുന്നു അല്ലെങ്കിൽ വാഹനം കയറും. ഓക്കെ, ഏതായാലും 8 ഫിഅലുകൾ നമ്മളിവിടെ വായിച്ചു. ആ 8 ഫിഅലുകൾക്കും യോജിച്ചതായ ഒരു ഫാഇലിനെ വെച്ചു കൊടുക്കണം എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ലഇൽ അസ്മാ അൽ ആതിയത ഫി ജുമലിൻ ബിഹൈസു യകൂനു കുല്ലു വാഹിദിൻ മിൻഹ ഫാഇലൻ. ല എന്ന് പറഞ്ഞാൽ നീ വെച്ചു കൊടുക്കൂ എന്നാണ് അർത്ഥം. ലഇൽ അസ്മാ അൽ ആതിയത താഴെയുള്ള ഇസ്മുകളെ നീ വെച്ചു കൊടുക്കൂ. ഫി ജുമലിൻ ജുംലകളിലായിട്ട്. ബിഹൈസു ഒരു തരത്തിൽ. എങ്ങനെയുള്ള തരത്തിൽ? യകൂനു കുല്ലു വാഹിദിൻ മിൻഹ അവയിലുള്ള എല്ലാ ഓരോന്നും ആകുന്ന തരത്തിൽ. ഫാഇലൻ ഫാഇൽ ആകുന്ന തരത്തിൽ. അതായത് അതിന് താഴെ നമുക്ക് 8 ഇസ്മുകൾ കാണാവുന്നതാണ് അല്ലേ. ആ 8 ഇസ്മുകളും ഫാഇൽ ആയിട്ട് വരുന്ന രൂപത്തിലുള്ള ജുംലകൾ എഴുതണം എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ പദങ്ങൾക്കെല്ലാം ഈ ഇസ്മുകൾക്കെല്ലാം യോജിച്ചതായ തരത്തിലുള്ള ഒരു ഫിഅൽ ഈ പദങ്ങൾക്ക് മുമ്പ് ചേർത്തി കൊടുത്ത് എഴുതണം. അങ്ങനെ എഴുതിയാലാണല്ലോ ഈ പദങ്ങൾ ഫാഇൽ ആകുന്ന രൂപത്തിൽ ജുംലകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ചോദ്യത്തിൽ പറയുന്നത്. നമുക്ക് ആദ്യം ആ ഇസ്മുകൾ ഒന്ന് വായിക്കാം. ഒന്നാമത്തേത് അത്തിൽമീദു. തിൽമീദുൻ എന്നാൽ വിദ്യാർത്ഥി എന്നാണ് അർത്ഥം. അന്നംലു. നംലുൻ എന്ന് പറഞ്ഞാൽ ഉറുമ്പ്. മൂന്നാമത്തേത് അസ്സഅലബു. സഅലബുൻ എന്ന് പറഞ്ഞാൽ കുറുനരി എന്നാണ് അർത്ഥം. നാലാമത്തേത് നഹ്ലത്തുൻ. നഹ്ലത്തുൻ എന്നാൽ തേനീച്ച. അഞ്ചാമത്തേത് റജുലു. റജുലുൻ എന്നാൽ പുരുഷൻ എന്നാണ് അർത്ഥം. ആറാമത്തേത് അൽ ഖാദിമു. ഖാദിമുൻ എന്നാൽ സേവകൻ. ഇനി ഏഴാമത്തേത് സഫീനത്തുൻ. സഫീനത്തുൻ എന്ന് പറഞ്ഞാൽ കപ്പൽ എന്നാണ് അർത്ഥം. ഇനി എട്ടാമത്തേത് അവസാനത്തേത് അൽ ജുന്ദു. ജുന്ദുൻ എന്ന് പറഞ്ഞാൽ സൈന്യം എന്നാണ് അർത്ഥം. അപ്പോൾ ആ 8 വാക്കുകളും 8 ഇസ്മുകളും ഫാഇൽ ആകുന്ന തരത്തിൽ ജുംലകൾ എഴുതുക എന്നുള്ളതാണ് പറയുന്നത്. ഓരോ പദത്തിനും അനുയോജ്യമായ ഫിഅൽ അവക്ക് മുമ്പ് എഴുതി കൊടുക്കണമെന്ന് സാരം. ഇനി നാലാമത്തെ തംരീൻ വായിക്കാം. കവ്വിൻ മിനൽ കലിമാത്തിൽ ആതിയത്തി ജുമലൻ മുഅല്ലഫത്തൻ മിൻ ഫിഅലിൻ വ ഫാഇലിൻ മുലായിമിൻ ലഹു. കവ്വിൻ എന്ന് പറഞ്ഞാൽ നീ നിർമ്മിക്കൂ എന്നാണ് അർത്ഥം. മിനൽ കലിമാത്തിൽ ആതിയത്തി താഴെയുള്ള പദങ്ങളിൽ നിന്നും. കവ്വിൻ മിനൽ കലിമാത്തിൽ ആതിയത്തി താഴെയുള്ള പദങ്ങളിൽ നിന്നും നീ നിർമ്മിക്കൂ. ജുമലൻ ജുംലകൾ നിർമ്മിക്കൂ. മുഅല്ലഫത്തൻ ഉണ്ടാകപ്പെട്ടതായ. മിൻ ഫിഅലിൻ ഒരു ഫിഅലിൽ നിന്നും. വ ഫാഇലിൻ ഫാഇലിൽ നിന്നും. മുലായിമിൻ ലഹു ആ ഫിഅലിനോട് യോജിച്ചതായ. അപ്പോൾ താഴെ നമുക്ക് എന്ത് കാണാവുന്നതാണ്? 12 പദങ്ങൾ കാണാവുന്നതാണ് അല്ലേ. ആ 12 പദങ്ങളിൽ 6 ഫിഅലുകളും 6 ഇസ്മുകളുമാണുള്ളത്. അപ്പോൾ ആ
12 പദങ്ങളിൽ നിന്നും നിങ്ങൾ എന്തു ചെയ്യണം? ഒരു ഫിഅലും പിന്നെ അതിനോട് യോജിച്ചതായിട്ടുള്ള ഒരു ഇസ്മും ചേർത്തി കൊടുത്തുകൊണ്ട് ഫിഅല് ഫാഇല് എന്നുള്ള രൂപത്തിൽ ജുംലകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് നാലാമത്തെ തംരീൻ പറയുന്നത്. നമുക്ക് അവ ഓരോന്നും ഒന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തേത് സ്വഹല. സ്വഹല എന്ന് പറഞ്ഞാൽ ചിലച്ചു എന്നാണ് അർത്ഥം. അതായത് കുതിര ശബ്ദമുണ്ടാക്കുന്നതിനെ കുറിച്ചാണ് സ്വഹല എന്നുള്ള പദം അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. രണ്ടാമത്തേത് അത്താജിറു. താജിറുൻ എന്നാൽ വ്യാപാരി, കച്ചവടക്കാരൻ എന്നാണ് അർത്ഥം. ഇനി അൽ മരിയലു. മരിയലുൻ എന്നാൽ രോഗി. നാലാമത്തേത് നതഹ. നതഹ എന്നാൽ കൊമ്പ് കൊണ്ട് കുത്തി എന്നാണ് അതിൻ്റെ അർത്ഥം. അഞ്ചാമത്തേത് ഷക്ക. ഷക്ക എന്ന് പറഞ്ഞാൽ പരാതിപ്പെട്ടു. ഇനി ആറാമത്തേത് അൽ ഖറൂഫു. ഖറൂഫുൻ എന്ന് പറഞ്ഞാൽ നെയ്യാടിനെ കുറിച്ചാണ് പറയുക. അതായത് ആൺ നെയ്യാടിനാണ് അറബിയിൽ ഖറൂഫുൻ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത്. ഇനി ഏഴാമത്തെ പദം അത്തിൽമീദു. തിൽമീദുൻ എന്നാൽ വിദ്യാർത്ഥി. ഇനി എട്ടാമത്തേത് ബാഅ. ബാഅ എന്ന് പറഞ്ഞാൽ വിറ്റു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി ഒൻപതാമത്തേത് അൽ ഹിസാനു. ഹിസാനുൻ എന്നാൽ കുതിര എന്നാണ് അർത്ഥമാക്കുന്നത്. ഇനി അടുത്തത് പത്താമത്തേത് അൽ ജമലു. ജമലുൻ എന്നാൽ ഒട്ടകം എന്നാണ് അർത്ഥം. ഇനി അടുത്തത് അതായത് 11ാമത്തേത് ബറക്ക. ബറക്ക എന്ന് പറഞ്ഞാൽ മുട്ടുകുത്തി എന്നാണ് അർത്ഥം. ഇനി അവസാനത്തേത് 12ാമത്തേത് ഹഫിള. ഹഫിള എന്ന് പറഞ്ഞാൽ മനപ്പാടമാക്കി എന്നാണ് അർത്ഥമാക്കുന്നത്. ഏതായാലും ഇപ്പോൾ നമ്മൾ അവിടെയുള്ള 12 പദങ്ങളും വായിച്ചു, അവയുടെ അർത്ഥങ്ങളും പറഞ്ഞു. അപ്പോൾ അവയിൽ നിന്നും ഒരു ഫിഅലെടുക്കുക. പിന്നീട് ഇവയിൽ തന്നെ പെട്ടിട്ടുള്ള ആ ഫിഅലിനോട് യോജിച്ചതായിട്ടുള്ള ഒരു ഇസ്മിനെ ഫാഇലായിട്ടും സെലക്ട് ചെയ്തിട്ട് ആ ഫിഅലിനെയും ഫാഇലിനെയും ഒരു ജുംലയാക്കി എഴുതുക. അങ്ങനെ 6 ജുംലകളിലായിട്ട് ഈ 12 പദങ്ങളെയും എഴുതണം എന്നുള്ളതാണ് നാലാമത്തെ തംരീനിൽ പറയുന്നത്. ഇനി നമുക്ക് 5ാമത്തെ തംരീനിലേക്ക് കടക്കാം. ഒന്ന് ശ്രദ്ധിക്കുക. കവ്വിൻ സിത്ത ജുമലിൻ തഷ്തമിലു കുല്ലു വാഹിദത്തിൻ മിൻഹ അലാ ഫാഇലിൻ വയകൂനുൽ ഫിഅലു മുളാരിഅൻ ഫിസ്സലാസിൽ ഊല വമാളിയൻ ഫിസ്സലാസിസ് സാനിയത്തി. കവ്വിൻ സിത്ത ജുമലിൻ 6 ജുംലകൾ ഉണ്ടാക്കൂ. തഷ്തമിലു കുല്ലു വാഹിദത്തിൻ മിൻഹ അവയിലുള്ള എല്ലാ ഓരോന്നും ഉൾക്കൊള്ളിക്കുന്നതാണ് അലാ ഫാഇലിൻ ഫാഇലിൻ്റെ മേൽ. അതായത് ഫാഇലു ഉള്ളതായ 6 ജുംലകൾ എഴുതൂ എന്നായി അപ്പറഞ്ഞതിൻ്റെ അർത്ഥം. ഇനി ഒരു ജുംലയിൽ ഫാഇല് വേണം എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് ഒരു ഫിഅല് കൂടി വേണമല്ലോ. അതിനെക്കുറിച്ചാണ് ഇനി പറയുന്നത്. വയകൂനുൽ ഫിഅലു ഫിഅല് ആയിരിക്കണം. മുളാരിഅൻ മുളാരിഅ ആയിരിക്കണം. ഫിസ്സലാസിൽ ഊല ആദ്യത്തെ 3 ജുംലകളിൽ. വമാളിയൻ മാളിയും ആയിരിക്കണം. ഫിസ്സലാസി സാനിയത്തി രണ്ടാമത്തെ 3 ജുംലകളിൽ. അതായത് ഫാഇല് ഉള്ളതായ 6 ജുംലകൾ എഴുതണം. അവയിലുള്ള ആദ്യത്തെ 3 ജുംലകളിലുള്ള ഫിഅല് അത് മുളാരിഅ ആയിരിക്കണം. പിന്നീടുള്ള അതായത് 4, 5, 6 ജുംലകളിലുള്ള ഫിഅല് അത് മാളിയായിരിക്കുന്ന ഫിഅലും ആയിരിക്കണം എന്ന് സാരം. ഓക്കെ, ഇനി നമുക്ക് 6ാമത്തെ തംരീനിലേക്ക് കടക്കാം. തംരീനുൻ ഫിൽ ഇൻഷാഇ. ഇൻഷാഉൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജുംലകൾ സ്വയം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ തംരീനുൻ ഫിൽ ഇൻഷാഇ ജുംലകൾ സ്വയം ഉണ്ടാക്കുന്ന വിഷയത്തിലുള്ള എക്സൈസ് തംരീന് എന്നർത്ഥം. ഒന്നാമത്തേത് ഹാത്തി ഖംസ ജുമലിൻ മൗളൂഉഹ അൽ ഫല്ലാഹു വജഅലിൽ ഫല്ലാഹ ഫാഇലൻ. ഹാത്തി ഖംസ ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരിക. അതായത് 5 ജുംലകൾ എഴുതണം. മൗളൂഉഹ ആ 5 ജുംലകളുടെയും വിഷയം എന്ന് പറഞ്ഞാൽ അൽ ഫല്ലാഹു. ഫല്ലാഹുൻ എന്നുള്ള പദമാണ്. കർഷകനെ കുറിച്ചായിരിക്കണം അത് എഴുതേണ്ടത്. വജഅലിൽ ഫല്ലാഹ ഫല്ലാഹ് എന്നുള്ള പദത്തെ നീ ആക്കണം ഫാഇലൻ ഫാഇൽ ആക്കുകയും വേണം. അപ്പോൾ ഫല്ലാഹ് എന്നുള്ള പദം കർഷകൻ എന്നുള്ള അർത്ഥമുള്ള ഫല്ലാഹ് എന്നുള്ള പദം ഫാഇൽ ആയിട്ട് വരുന്ന 5 ജുംലകൾ എഴുതണം എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഹാത്തി ഖംസ ജുമലിൻ മൗളൂഉഹൽ ഫഅറത്തു വജഅലിൽ ഫഅറത ഫാഇലൻ. ഹാത്തി ഖംസ ജുമലിൻ 5 ജുംലകൾ കൊണ്ടുവരണം. മൗളൂഉഹ ആ 5 ജുംലകളുടെയും വിഷയം എന്നുള്ളത് അൽ ഫഅറത്തു എലിയാണ്. അപ്പോൾ അൽ ഫഅറത്തു എന്നുള്ള പദം എലി എന്നുള്ളത് വിഷയമാക്കിക്കൊണ്ട് 5 ജുംലകൾ എഴുതണം. വജഅലിൽ ഫഅറത ഫഅറത്ത് എന്നുള്ള പദത്തെ നീ ആക്കുകയും വേണം ഫാഇലൻ ഫാഇൽ ആക്കുകയും വേണം. അപ്പോൾ എലി എന്നുള്ള അർത്ഥത്തിലുള്ള അൽ ഫഅറത്തു എന്നുള്ള പദം ഫാഇലായിട്ട് വരുന്ന 5 ജുംലകൾ എഴുതണം എന്നുള്ളതാണ് 6ാമത്തെ തംരീനിലെ രണ്ടാമത്തെ ചോദ്യം പറയുന്നത്.
ഓക്കെ, ഇനി നമുക്ക് പുതുതായിട്ട് ഒരു തംരീന് കൂടിയുണ്ട്. തംരീനുൻ ഫിൽ ഇഅ്റാബി. ഇഅ്റാബ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ചെറുതായിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കിയല്ലോ. അതായത് ഒരു പദത്തിൻ്റെ അവസാനത്തെ അവസ്ഥയെക്കുറിച്ചാണ് നമ്മൾ ഇഅ്റാബ് എന്ന് പറയുന്നത്. ആ ഇഅ്റാബ് തന്നെ 4 രൂപത്തിലുണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു. 1 റഫ്അ്, 2 നസ്ബ്, 3 ജർറ്, 4 ജസ്മ് അല്ലേ. ഈ 4 ഇഅ്റാബുകളുടെയും പ്രധാന ഹർക്കത്തുകളും നമ്മൾ മനസ്സിലാക്കിയതാണ്. റഫ്ഇൻ്റെ പ്രധാന അടയാളം എന്നുള്ളത് ലൊമ്മത്ത് ആണ്, നസ്ബിൻ്റേത് ഫത്ഹ ആണ്, അതുപോലെ തന്നെ ജറിൻ്റേത് കസ്റാണ്, ജസ്മിൻ്റേത് സുക്കൂനാണ് അല്ലേ. ഇവയല്ലാത്ത അടയാളങ്ങളും ഓരോ ഇഅ്റാബിനും ഉണ്ടാകും. ഇൻഷാ അല്ലാഹ് വരും പാഠങ്ങളിലായിട്ട് നമുക്ക് അവയെല്ലാം മനസ്സിലാക്കാം. ഏതായാലും തംരീനുൻ ഫിൽ ഇഅ്റാബി എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നൽകപ്പെട്ടിട്ടുള്ള ഓരോ ജുംലയെയും ഇഴകീറി പരിശോധിക്കുക എന്നുള്ളതാണ്. അതായത് ഓരോ ജുംലയും ഉണ്ടായിത്തീരുന്നത് ഒന്നിലധികം വാക്കുകൾ ചേർന്നിട്ടാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒരു ജുംല ലഭിച്ചാൽ ആ ജുംലയിലുള്ള ഓരോ വാക്കും വേർതിരിച്ച് എഴുതിക്കൊണ്ട് ആ വാക്ക് എന്താണ്, അതിൻ്റെ ഇഅ്റാബ് എങ്ങനെയുള്ളതാണ് എന്നിത്യാദി കാര്യങ്ങൾ വ്യക്തമാക്കി വിവരിക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ തംരീനുൻ ഫിൽ ഇഅ്റാബി എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നത്. ഏതായാലും സാമ്പിളിന് വേണ്ടിയിട്ട് 2 ജുംലകൾ അവിടെ ഇഅ്റാബ് എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. താഴെ നമുക്ക് നമൂദജുൻ എന്ന് കാണാവുന്നതാണ്. നമൂദജുൻ എന്ന് പറഞ്ഞാൽ സാമ്പിൾ എന്നതാണ് അർത്ഥം. അതായത് നമുക്ക് ഇഅ്റാബ് എഴുതേണ്ടത് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് 2 ഉദാഹരണങ്ങൾ അവിടെ നൽകിയിരിക്കുന്നു. ഒന്നാമത്തേത് നമുക്ക് വായിക്കാം. ഹളറൽ ഗായിബു. ഹളറ എന്ന് പറഞ്ഞാൽ സന്നിഹിതനായി എന്നാണ് അർത്ഥം. അൽ ഗായിബു എന്നാൽ മറഞ്ഞവൻ. ഹളറൽ ഗായിബു മറഞ്ഞവൻ, സന്നിഹിതനായി. ഓക്കെ, ഈ ഒരു ജുംല ഉണ്ടാക്കിയിട്ടുള്ളത് 2 പദങ്ങൾ കൊണ്ടാണ് അല്ലേ. ഒന്ന് ഹളറ, മറ്റേത് അൽ ഗായിബു. ഇനി ആ 2 പദങ്ങളെയും താഴെ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട്, ഒന്ന് നോക്കാം. ഹളറ, ഹളറ എന്നുള്ളത് ഫിഅലുൻ മാളിൻ, അത് മാളിയായിട്ടുള്ള ഫിഅലാണ്. ഇനി അൽ ഗായിബു, അൽ ഗായിബു എന്നുള്ള പദമോ ഫാഇലുൻ മർഫൂഉൻ, റഫ്അ് ചെയ്യപ്പെട്ട ഫാഇലാണ്. ഹളറ എന്നുള്ള പദം മാളിയായ ഫിഅലാണെന്നും അൽ ഗായിബു എന്നുള്ള പദം ഹളറ എന്നുള്ളതിൻ്റെ ഫാഇലായിട്ട് വന്ന പദമാണെന്നും നമുക്കറിയാവുന്നതാണല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ജുംലയിലേക്ക് കടക്കാം. യത്വയറു ദുബാബു. യത്വയറു എന്ന് പറഞ്ഞാൽ പറക്കുന്നു അല്ലെങ്കിൽ പറക്കും, മുളാരിഅ ആയിട്ടുള്ള ഫിഅലാണത്. അദ്ദുബാബു, ദുബാബുൻ എന്ന് പറഞ്ഞാൽ ഈച്ച എന്നാണ് അർത്ഥം. അപ്പോൾ യത്വയറു ദുബാബു, ഈച്ച പറക്കുന്നു അല്ലെങ്കിൽ ഈച്ച പറക്കും. ഓക്കെ, ഏതായാലും ആ ജുംലയും 2 പദങ്ങൾ കൊണ്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് യത്വയറു, 2 അദ്ദുബാബു. ഇനി ആ 2 പദങ്ങളെയും താഴെ വിവരിച്ചതായിട്ട് നമുക്ക് കാണാം. യത്വയറു, യത്വയറു എന്നുള്ളത് ഫിഅലുൻ മുളാരിഉൻ, അത് മുളാരിഅ ആയിട്ടുള്ള ഫിഅലാണ്. അദ്ദുബാബു, അദ്ദുബാബു എന്നുള്ള പദം ഫാഇലുൻ മർഫൂഉൻ, റഫ്അ് ചെയ്യപ്പെട്ട ഫാഇലാണ്. ഓക്കെ, ഏതായാലും നമ്മൾ അവിടെ സാമ്പിളായിട്ട് നൽകിയിട്ടുള്ള 2 ജുംലകളും അവയുടെ ഇഅ്റാബുകളും വായിച്ചു കഴിഞ്ഞു. ഇനി എന്തു ചെയ്യണം? അഅ്രിബിൽ ജുംലത്തൈനിൽ ആതിയത്തൈനി. നമ്മളിപ്പോൾ സാമ്പിളിൽ കണ്ടതുപോലെ താഴെയുള്ള 2 ജുംലകൾക്ക് ഇഅ്റാബ് എഴുതുക എന്നതാണ് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഒന്നാമത്തേത് ഫാളൻ നഹ്റു, രണ്ടാമത്തേത് യർബഹു താജിറു. യർബഹു എന്നുള്ള രൂപത്തിലാണ് അത് വായിക്കേണ്ടത്. ഫാളൻ നഹ്റു എന്ന് പറഞ്ഞാൽ, ഫാള എന്ന് പറഞ്ഞാൽ ഒഴുകി എന്നാണ് അർത്ഥം. അന്നഹ്റു എന്നാൽ പുഴ. ഫാളൻ നഹ്റു, പുഴ ഒഴുകി. രണ്ടാമത്തേത് യർബഹു താജിറു. യർബഹു എന്ന് പറഞ്ഞാൽ ലാഭം ഉണ്ടാക്കുന്നു. അത്താജിറു വ്യാപാരി. യർബഹു താജിറു, വ്യാപാരി ലാഭമുണ്ടാക്കുന്നു. അപ്പോൾ ഈ 2 ജുംലകളും നമ്മൾ നേരത്തെ കണ്ട സാമ്പിൾ പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് ഓരോ പദവും എടുത്ത് എഴുതണം എന്നുള്ളതാണ് ഈ 7ാമത്തെ തംരീനിലായിട്ട് പറയുന്നത്. ഇതിനോടകം നമ്മുടെ 4ാമത്തെ ക്ലാസ്സും അവസാനിക്കുന്നു. ഇനി ഏതെങ്കിലും പദങ്ങളുടെ അർത്ഥം അത് ലഭിക്കാത്തതുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ക്ലാസ്സിൽ എന്തെങ്കിലും സംശയമുണ്ട് എങ്കിൽ നിർബന്ധമായിട്ടും അത് ചോദിച്ച് മനസ്സിലാക്കി ക്ലിയർ ചെയ്യണം എന്നറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.